കൊച്ചി കലൂർ രാജ്യാന്തര സ്റ്റേഡിയത്തിന്റെ നവീകരണം വലിയ രാഷ്ട്രീയ വിവാദം ഉൾപ്പെടെ ഉണ്ടാക്കിയിരുന്നതാണ്. ഇപ്പോൾ നവീകരിച്ച കൊച്ചി കലൂർ രാജ്യാന്തര സ്റ്റേഡിയത്തിന്റെ മേൽക്കൂരയുടെ ഒരു ഭാഗം മഴയിൽ ചോർന്നൊലിക്കുകയാണ്. 22-ാം നമ്പർ ബോക്സിന് മുകളിലെ മേൽക്കൂരയിൽ നിന്നാണ് വെള്ളം ഒഴുകി താഴേക്ക് വീഴുന്നത്. ഇന്ന് ISL മത്സരങ്ങൾ നടക്കാനിരിക്കെയാണ് സ്റ്റേഡിയത്തിന്റെ മേൽക്കൂര ചോർന്നത് എന്നത് വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുകയാണ്. കുളിക്കാനുള്ള ഷവറും റെഡിയാണ് എന്നാണ് സമൂഹ മാധ്യമങ്ങളിലെ പരിഹാസം. പ്രദീപ് ജോസഫ് ഉണ്ട്. പ്രദീപ്, കുളിക്കാനുള്ള ഷവറും റെഡി എന്ന പരിഹാസം അത് ശരിവെക്കുന്ന തരത്തിലുള്ള വലിയ ദൃശ്യമാണല്ലോ വരുന്നത്. ചെറിയ ചോർച്ചയൊന്നുമല്ല. ആദ്യം ചോർച്ചയെന്ന് കേൾക്കുമ്പോൾ ചെറുതായി എന്തോ മഴ പെയ്തപ്പോൾ വെള്ളം വീണു എന്നാണ് തോന്നുന്നത്. പക്ഷേ ഇത് വലിയ ചോർച്ചയാണ്, ഷവറിന് സമാനം. ഷവറിനേക്കാൾ കൂടുതൽ വെള്ളം കുത്തി ഒഴുകുകയാണ്. രതീഷ്, കലൂർ ജവഹർലാൽ നെഹ്റു രാജ്യാന്തര സ്റ്റേഡിയത്തിൻ്റെ നവീകരണവും അറ്റകുറ്റപ്പണികളുമൊക്കെ സമീപകാലത്ത് വലിയ വാർത്തയും വിവാദവും ഒക്കെയായിരുന്നു. അറ്റകുറ്റപ്പണികൾ പൂർത്തിയായി എന്ന് സ്പോൺസർമാർ ഉൾപ്പെടെ പറയുകയും ചെയ്തിരുന്നു. GCDA അക്കാര്യം അംഗീകരിക്കുകയും ചെയ്തു. ഏതായാലും ഇന്നലെ രാത്രി സ്റ്റേഡിയത്തിൽ നിന്ന് പകർത്തിയ ദൃശ്യങ്ങളാണ് ഇത്. 22-ാം നമ്പർ ബോക്സിന് അടുത്തുള്ള ട്രസ് വർക്ക് ചെയ്തിരിക്കുന്നതിന് ഇടയിൽ നിന്ന് ആ ഒരു വിടവിൽ നിന്ന് വെള്ളം കുതിച്ചു ചാടുന്ന ദൃശ്യമാണിത്. ഇന്ന് ഇവിടെ മത്സരം നടക്കേണ്ടതാണ്. കേരള ബ്ലാസ്റ്റേഴ്സും മുംബൈ സിറ്റി FC തമ്മിലാണ് ഇന്ന് മത്സരം നടക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി ചില ജോലികൾ ഇന്നലെ രാത്രിയും നടക്കുന്നുണ്ടായിരുന്നു. അതിനിടയിലാണ് ഇത്തരമൊരു ദൃശ്യം അവിടെ ഉണ്ടായിരുന്ന ചിലർ പകർത്തിയത്. കഴിഞ്ഞ രാത്രിയിൽ കൊച്ചിയിൽ ഉൾപ്പെടെ സാമാന്യം ശക്തമായ മഴയാണ് എല്ലാ പ്രദേശത്തും ലഭിച്ചത്. ഈ മഴയ്ക്ക് ഇടയിലാണ് ഈ ട്രസ് വർക്കിൻ്റെ ജോയിൻറ്റിന് ഇടയിൽ നിന്ന് വിടവിന് ഇടയിൽ നിന്ന് ഇത്തരത്തിൽ വെള്ളം കുതിച്ചു ചാടുന്നത്. എന്തായാലും അറ്റകുറ്റപ്പണികൾ തുടർന്നു. അതുകൊണ്ട് തന്നെ ഇത് പൂർത്തിയായിട്ടുണ്ട് എന്ന് വിശ്വസിക്കാം. GCDയുടെ ഭാഗത്തുനിന്ന് ഒരു പ്രതികരണം ലഭിച്ചിട്ടില്ല. സ്റ്റേഡിയത്തിൽ ഇനി ഫ്ലഡ് ലൈറ്റിൻ്റെ നിർമ്മാണ ജോലികൾ മാത്രമാണ് ബാക്കിയുള്ളത് എന്നായിരുന്നു സ്പോൺസർമാർ നേരത്തെ അവകാശപ്പെട്ടിരുന്നത്. ഇത് കളിക്ക് തൊട്ടു മുമ്പ് പുനഃസ്ഥാപിക്കാവുന്നതേ ഉള്ളൂ എന്നവർ പറഞ്ഞിരുന്നു. ബാക്കി ഏതാണ്ട് എല്ലാ പണികളും പൂർത്തിയെന്ന് അവകാശപ്പെട്ടു. GCDA ഇത് സംബന്ധിച്ച് ഇക്കാര്യം തന്നെയാണ്, അതായത് പണികൾ ഏതാണ്ട് എല്ലാം തന്നെ പൂർത്തിയാക്കിയെന്നാണ് GCDAയും അവകാശപ്പെട്ടത്. ഇതിനിടയിലാണ് ഈ പണികളിലെ വീഴ്ചയാണോ അതോ അതിന് ശേഷമുണ്ടായ എന്തെങ്കിലും തകരാറുകളാണോ, എന്തായിരുന്നാലും സ്റ്റേഡിയത്തിൻ്റെ ഈ 22-ാം നമ്പർ ബോക്സിനടുത്ത് നിന്നാണ് ഇന്നലെ രാത്രിയിൽ ഇത്തരത്തിൽ വെള്ളം കുതിച്ചു ചാടിയത്. സാമൂഹിക മാധ്യമങ്ങളിൽ